മൂവിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ വിഷ്വൽസ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും മൊത്തം ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മുടെ മോളിവുഡിനെ വെച്ചാൽ നമ്മളെ മലയാള സിനിമ ഇങ്ങനെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആക്ടിങ് വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ലൊരു ട്രീറ്റാണ്. നമ്മൾ വിചാരിച്ചാൽ ഒരുപാട് മുകളിലെത്തിയിട്ടുണ്ട് അവിടെ. ഡെഫിനറ്റ്ലി മലയാളം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ലെവൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര മുകളിലാണ്. നല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് മുകളിലാണ്. നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് നമ്മുടെ മോളിവുഡിൽ ഇങ്ങനെ ഒരു സിനിമ ഫസ്റ്റ് ടൈമാണ്. ശരിക്കും ഡയറക്ഷൻ ഗംഭീരമായിരുന്നു. അദ്ദേഹം വെച്ചാൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ഷോട്ട്സ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ നമുക്ക് നല്ല ഇമ്പാക്റ്റ് വരുന്നുണ്ട്. ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ മൊത്തത്തിൽ നല്ല ഇതായിരുന്നു. മഞ്ജു വാര്യർ മാം അടിപൊളിയായിരുന്നു. അത് മാം ആയാലും ടോവിനോ തോമസ് ആയാലും ഹി വാസ് അമേസിങ് ടു. പൃഥ്വിരാജ് ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല ഈ മൂവിയിൽ. ഇറ്റ്സ് ആസ് യൂഷ്വൽ അടിപൊളിയാണല്ലോ ഒബ്വിയസ്ലി. പക്ഷേ ആക്ടിങ് വൈസ് പൃഥ്വിരാജ് ഇപ്പം കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു സീൻസിൽ. സോ ഇറ്റ് ഫെൽറ്റ് റിയലി ഗുഡ് ടു വാച്ച് ഹിം ഓൾ ഓവർ ദ മൂവി.